ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ മുട്ടത്തോടിനെ കുറിച്ച് കുറച്ച് ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. ഈ സാധാരണ നമ്മൾ മുട്ടയൊക്കെ വാങ്ങിച്ച് ആ മുട്ടത്തോട് നമ്മൾ കളയാണല്ലോ പതിവ്. അപ്പോൾ അത് കളയാതെ അത് സൂക്ഷിച്ച് വെച്ച് അത് എന്താ പറയുക ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഈ കത്രികയൊക്കെ ഉണ്ടല്ലോ, കത്രിക മൂർച്ച വെപ്പിക്കാനായിട്ട് ഈ മുട്ടത്തോട് ബെസ്റ്റാണ്. എങ്ങനെയാണെന്നല്ലേ, നമ്മൾ ഈ കത്രികയൊക്കെ മൂർച്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് മൂർച്ച വെപ്പിക്കും, അങ്ങനെയല്ല ചെയ്യാറ്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ മുട്ടത്തോടുണ്ടല്ലോ, ഈ മുട്ടത്തോടും ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കട്ട് ചെയ്യുക. മുട്ടത്തോട് ഇട്ടിട്ട് കട്ട് ചെയ്യാം. ആ കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയൊക്കെ കത്രികയ്ക്കൊക്കെ നല്ല മൂർച്ചയാവും. കത്രികയ്ക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ നെയിൽ കട്ടറൊക്കെ ഉണ്ടല്ലോ, നെയിൽ കട്ടർ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല മൂർച്ച കിട്ടും കേട്ടോ നെയിൽ കട്ടറിനെയും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുട്ടത്തോടെല്ലാം കൂടിയിട്ട് ഈ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ പൊടിയാക്കിയിട്ട് അടിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ ആ മിക്സിയുടെ ജാറിൻ്റെ മൂർച്ചയും കൂടുകയും ചെയ്യും. പിന്നെ ആ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലുള്ള സ്ക്രൂ ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ നല്ല പോലെ ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുട്ടത്തോടിൻ്റെ പൊടി ഉണ്ടല്ലോ, നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത പൊടി, ആ പൊടി വന്നിട്ട് ഈ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടല്ലോ അതിനേക്കാളും എഫക്റ്റ് ആണ് കേട്ടോ ഈ മുട്ടത്തോടിൻ്റെ പൊടി. പിന്നെ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുട്ടത്തോടിൻ്റെ പൊടി കുറച്ചെടുക്കുക, അതുപോലെ ബേക്കിംഗ് സോഡ, പിന്നെ അതുപോലെ വിനീഗർ, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നമ്മുടെ ഈ കിച്ചൺ സ്ലാബൊക്കെ സിങ്ക് ഉണ്ടല്ലോ, പാത്രങ്ങളൊക്കെ കഴുകുന്ന കിച്ചണിൻ്റെ സിങ്ക്, അതിലൊക്കെ ഒഴിച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ആവുകയും ചെയ്യും. അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞിരിക്കുന്ന അഴുക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി നല്ല വൃത്തിക്കാവും കേട്ടോ. പിന്നെ ഈ മുട്ടത്തോടിൻ്റെ പൊടി ഉണ്ടല്ലോ, ഇത് നമ്മുടെ ചെടികളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ ചെടികളുടെ വളർച്ചയ്ക്ക്. പിന്നെയുണ്ടല്ലോ ഈ പാത്രങ്ങളൊക്കെ കഴുകില്ലേ, പാത്രങ്ങൾ കഴുകുമ്പം അതിലോട്ട് കുറച്ച് ഈ പൊടി ഉണ്ടല്ലോ മുട്ടത്തോടിൻ്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ പാത്രങ്ങൾ സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകുന്ന പോലെ കഴുകിയിട്ട് നോക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇത് വന്നിട്ട് എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കരുത്, നോൺ സ്റ്റിക്ക് പോലെയുള്ള പാത്രങ്ങളിലൊന്നും അങ്ങനെ ഉപയോഗിക്കരുത് കേട്ടോ. പെട്ടെന്ന് സ്ക്രാച്ചൊക്കെ വീഴും പാത്രങ്ങളിൽ. നമ്മുടെ സ്റ്റീലിൻ്റെ, പിന്നെ അതുപോലെ അലുമിനിയം പാത്രങ്ങൾ, അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ വേണ്ട ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ, ഈ മുട്ടത്തോടിൻ്റെ പൊടി വെച്ചിട്ട് നമുക്കൊരു ഫേസ് മാസ്ക് ഒക്കെ ഉണ്ടാക്കാം. ഈ മുട്ടത്തോടിൻ്റെ പൊടി ഉണ്ടല്ലോ, ഈ പൊടിയും പിന്നെ കുറച്ച് തേനും പിന്നെ അലോവേര ജെല്ലുണ്ടല്ലോ അതും കൂടി എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മുടെ മുഖത്ത് ഒരു ഫേസ് മാസ്ക് പോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നല്ല തിളക്കവും നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ മുഖത്തിന്. പിന്നെ ഞാൻ പറയാമല്ലോ, നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആദ്യം തന്നെ നമ്മുടെ കയ്യിലോ മറ്റോ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം, വല്ല അലർജിക്ക് ഉണ്ടോയെന്ന് അറിയണമല്ലോ. എന്നിട്ട് വേണം കേട്ടോ നമ്മുടെ ഫേസിലോട്ട് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ അത്. പിന്നെ ഈ മുട്ടത്തോടിൻ്റെ പൊടി നമ്മുടെ നഖമൊക്കെ ഉണ്ടല്ലോ അത് നല്ല സ്ട്രോങ് ആക്കി വെക്കാനായിട്ടും നല്ലതാണ് കേട്ടോ. എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയാവേ. ഈ മുട്ടത്തോടിൻ്റെ പൗഡർ 1 ടീസ്പൂൺ, പിന്നെ തേൻ ഒരു 1/2 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. പിന്നെ ഒലീവ് ഓയിൽ എടുക്കണം. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആയാലും കുഴപ്പമില്ല. ഇത് 3ഉം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ നികത്തുമ്പോൾ നല്ല പുരട്ടി ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് നമുക്കത് കഴുകി കളയാം കേട്ടോ. ആഴ്ചയിൽ 2 ദിവസമൊക്കെ നമുക്കത് ചെയ്യാം, നല്ലതാണ്. പിന്നെ ഈ ബേക്കിംഗ് സോഡ, പിന്നെ ഈ മുട്ടത്തോടിൻ്റെ പൊടിയും പേസ്റ്റ് ഉണ്ടല്ലോ, അത് വൈറ്റ് കളറിലുള്ള പേസ്റ്റ് വേണം കേട്ടോ, പേസ്റ്റ് പിന്നെ വിനീഗർ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാത്റൂം ടൈല്, അതുപോലെ വാഷ് ബേസിനൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നല്ലപോലെ ഇട്ടിട്ട് ഒരു കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ആക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ടോയ്ലറ്റിലും ആണെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ, നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നല്ലപോലെ മുട്ടത്തോട് നല്ലപോലെ കഴുകിയിട്ട് എടുത്ത് വെക്കണം, അല്ലെങ്കിൽ നല്ല ഒരു ബാഡ് സ്മെല്ല് വരും. വീട് മൊത്തം നല്ലപോലെ കഴുകി അത് ഉണക്കി എടുത്ത് വെക്കാൻ നോക്കണം കേട്ടോ. ഇത്രയും ഗുണങ്ങളൊക്കെയുള്ള മുട്ടത്തോടിനെ ആണ് ഞാൻ ഇത്രയും നാൾ വലിച്ചെറിഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു വിഷമമാവുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ വലിച്ചെറിയത്തില്ല, നിങ്ങളും വലിച്ചെറിയരുത് കേട്ടോ.
ഇതിലും വിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ, ഇനിയും ഒത്തിരി ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്നിട്ട് പറയണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും ഇങ്ങനെ അറിയാൻ പറ്റുന്നത്. ഞാനിപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നും കണ്ടത് എൻ്റെ ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാനും മോനുമായിട്ടുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ്. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ കട്ട്ലേറ്റ്. പക്ഷേ അവൻ കഴിച്ചില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ലപോലെ കഴിച്ചു. പിന്നെ കുറച്ച് വന്നിട്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കാനും പിന്നെ നാട്ടിലോട്ട് വിളിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് ഇങ്ങനെ സമയം പോയി. നാട്ടിലോട്ട് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരായിട്ടുള്ള സംസാരമൊക്കെ ആയിട്ട് ഫോൺ കുറേ നേരത്തേക്ക് എനിക്ക് കിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവരെല്ലാവരും കാണണം, എപ്പോഴും പോയിട്ട് വർത്തമാനം പറയണം. അച്ഛൻ അമ്മമ്മ ഒക്കെ വലിയ കാര്യമാണ്, അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. എന്നെ പറ്റിയിട്ടുള്ള ഓരോരോ പരാതികളൊക്കെ അപ്പോൾ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ മാമനും കൂടി ഡെയിലി വിളിക്കണം കേട്ടോ അവനെ. എന്നും വിളിച്ചിട്ട് ഓരോരോ പരാതികൾ പറയണം. അപ്പോൾ അത് കാരണം കുറച്ച് നേരത്തെ വീഡിയോസ് ഒന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്ന് പിണങ്ങിയിരിക്കുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോഴത്തേക്കിനും ആശാനെ പൂപ്പ് വെച്ചിടണം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കിനും കൊണ്ടുപോയിട്ട് അങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ രശ്മേച്ചിയുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, താഴെ ഫ്ലൈറ്റിലോട്ട്. കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് കൊടുക്കണമല്ലോ, അവരാണ് എൻ്റെ ടെസ്റ്റർ. പക്ഷെ അത് അവർക്കറിയില്ല, വീഡിയോ കഴിയുമ്പോഴായിരിക്കും അവർക്കതറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. റെയിൻ ഈ വായിൽ വെച്ച് നടക്കുന്നത് അവൻ്റെ സിറിഞ്ചാണ് കേട്ടോ. സിറിഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിവിടെ മരുന്ന് കൊടുക്കുന്ന അവൻ്റെ സിറിഞ്ചാണ്. ഇത് കൊടുക്കാനായിട്ടുള്ള ഒരു പാടുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞു കൊടുക്കേണ്ട 5 ദിവസത്തെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. കൈയും കാലും പിടിച്ച് കെട്ടിയിട്ടിട്ടൊക്കെയാണ് കേട്ടോ കൊടുത്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ആശാൻ അതും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്, ഇത് കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട്. അതാണ് ഈ കാണുന്നത്, അതും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഇനി അത് ഉപയോഗിക്കത്തില്ലല്ലോ, ഇനി അത് നമുക്ക് അങ്ങനെ കളിക്കാനും പിന്നെ അവനെ കളിക്കാനൊക്കെ ആയിട്ട് അവൻ എടുക്കത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ ചെടി എടുത്തിട്ട് ബാൽക്കണിയുടെ അവിടേക്ക് വെച്ചായിരുന്നു കേട്ടോ, കുറച്ച് വെയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം കേട് വന്ന ഇലകൾ ഞാൻ കട്ട് ചെയ്യാണ്. പിന്നെ അവനാണ് സ്പ്രേ അടിക്കുന്ന ആൾ, റെയിനാണ് കേട്ടോ. അവനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ സ്പ്രേ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അല്ലെങ്കിൽ അവന് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എത്രാമത്തെ സ്പ്രേ ബോട്ടിലാണെന്നുള്ളത് എണ്ണിയാലും തീരത്തില്ല, അത്രയുണ്ട്. പിന്നെ കുറച്ച് ചെറുതായിട്ട് ചെറിയ രീതിക്ക് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി. ആദ്യം അവരുടെ അടുത്തേക്ക് കട്ട്ലേറ്റ് കൊണ്ടുവന്ന് കൊടുക്കാൻ പോയപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എല്ലാം ഒന്ന് ഒതുക്കി ഫുഡൊക്കെ ഞങ്ങൾ കട്ട്ലറ്റൊക്കെ കഴിക്കലും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമതും പോയായിരുന്നു കേട്ടോ. രണ്ടാമത് പോയപ്പോഴാണ് കേട്ടോ കൊടുത്തത്. പിന്നെ റെയിനുവിനെ ഇപ്പോൾ ഈ സ്പ്രേ കൊണ്ടുപോയിട്ട് അവരെ മുഴുവനും സ്പ്രേ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. പിന്നെ വന്നിട്ട് കുറച്ച് തുണികളൊക്കെ വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇതുപോലെ വന്നിട്ട് സഹായിച്ചൊക്കെ നിൽക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോവും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയില്ല, റെയിനിപ്പോൾ നല്ലപോലെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പരമാവധി അവൻ ശ്രമിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മുട്ടത്തോടിൻ്റെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നല്ലപോലെ അഭിപ്രായം പറയാം, എങ്ങനെയുണ്ട് എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് പോകുന്നത് ഞങ്ങളുടെ പപ്പയുടെ അടുത്തേക്കാണ്, ഓഫീസിലോട്ടാണ്. ഓഫീസിൽ നിന്ന് ഇറങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം കണ്ട് പോകുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി ഒന്നിച്ച് നടന്ന് കടയിലോട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കണം, എന്നിട്ട് ഒന്നിച്ചിങ്ങോട്ട് വരാമല്ലോ. അപ്പോൾ ഞങ്ങൾക്കും ഒരു നടത്തും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെയായിട്ട് ഞങ്ങൾ റെഡി ആവാണ്. അപ്പോൾ റെഡി ആവുന്നതിൻ്റെ ഒരു സ്റ്റൈലൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ക്യാമറ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോൻ വേറൊരാളാണ്, ഭയങ്കര സ്നേഹപ്രകടനമാണ് കേട്ടോ, ഭയങ്കര ഷോയാണ് കേട്ടോ ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയണ പോലെ എല്ലാവരുടെ കമൻസാണ് എനിക്ക് അത്രയും ഇഷ്ടമാണ്. മനസ്സ് തട്ടി പറയുവാണ്, ഭയങ്കര ആത്മാർത്ഥമായിട്ട് പറയുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.